നമസ്കാരം. സ്വവർഗ ദമ്പതികളുടെ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കുന്ന ഒട്ടനവധി വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വവർഗ ദമ്പതികളുടെ ഡിവോഴ്സ് എന്നതിനുപരി മറ്റു വിഭാഗക്കാരുടെ ഡിവോഴ്സാണ് ഇന്ന് ലോകത്തെ ആകമാനം കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ബേജാറാവാതെ കണ്ട് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ മാത്രം ഡിവോഴ്സിനെ കുറിച്ചോ വേർപിരിയലിനെ കുറിച്ചോ ബേജാറാവുന്നത്? മലയാളത്തിലെ സിനിമ ഫീൽഡിലുള്ള നായികന്മാരെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയോ പേരുടെ ജീവിതം നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പതിനായിരക്കണക്കിന് കേസുകളാണ് കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതൊക്കെ സ്വവർഗ ദമ്പതികളാണ്. കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്വവർഗ ദമ്പതികളാണോ? അല്ല. അതിലൊക്കെ ഇതുപോലെ തന്നെ സ്നേഹിച്ച് മറ്റു തരത്തിലും സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു കുട്ടിയായിട്ടുള്ളവരും രണ്ട് കുട്ടിയായിട്ടുള്ളവരുമാണ് ഡിവോഴ്സുമായിട്ട് കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. അതൊക്കെ നിങ്ങൾ മൂടി വയ്ക്കുകയും മറ്റുള്ളവരുടെ കാര്യം ചകഞ്ഞറിയാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്ന ആ ഒരു മനോഭാവം വൈകൃതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതം സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ സേഫാണോ? നിങ്ങളുടെ മക്കളെ എത്തരത്തിലാണ് വളർത്തുന്നത്? നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ എത്ര കണ്ട് സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത്? നിങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. സ്വവർഗ ദമ്പതികൾ അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ സെക്സ് ചെയ്യുന്നു, അവരെങ്ങനെ വേർപിരിയുന്നു, അവരെങ്ങനെ ചേരുന്നു എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. അതില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് തല പുണ്ണാക്കി ജീവിതം കഴിച്ചു കൂട്ടുന്നത് എന്തിനാണ്? പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് മനസ്സിലാവാതെ ചോദിക്കുകയാണ്. ജാസിയുടെ പിന്നാലെ ഒരു 3-4 പയ്യന്മാർ കിടന്ന് നടക്കുന്നുണ്ട്. അവരോട് എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്, നിങ്ങളെങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത്? അതൊക്കെ നിങ്ങൾ പറയുക. അതുപോലെ അതിലേയും നൂറേടെയും പിന്നാലെ കടന്ന് നടക്കുന്ന സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരെക്കുറിച്ച് നിങ്ങളെ ചിന്തിക്കേണ്ട. അവരവരുടെ ജീവിതം അവരുടെ ഇഷ്ടം പോലെ ജീവിക്കും. അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. നിങ്ങളുടെ ആരെയും ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ വേണ്ടത് നിങ്ങളെങ്ങനെ ജീവിക്കണം, നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചോ മറ്റുള്ളവരുടെ സെക്സിനെ കുറിച്ചോ മറ്റുള്ളവരുടെ ഡിവോഴ്സിനെ കുറിച്ചോ മറ്റുള്ളവരുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ആലോചിച്ച് തല പുണ്ണാക്കി ജീവിക്കുകയല്ല വേണ്ടത്. നമ്മുടെ കാര്യം ആദ്യം അന്വേഷിക്കുക, മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാതിരിക്കുക. പരമാവധി സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതാണ് വേണ്ടത്. അതല്ലാതെ നിരന്തരം മറ്റുള്ളവരെക്കുറിച്ച് ആലോചിച്ച് ബേജാറായി തല പുണ്ണാക്കി നടക്കുന്നതിൽ യാതൊരു അർത്ഥവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം കാര്യങ്ങളിൽ നിന്ന്, ഈ മോശമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് നിങ്ങളെപ്പോഴും മാറി നിൽക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഞാൻ കണ്ടു, കാസർഗോഡ് ഒരു ആപ്പിൽ 16 വയസ്സുള്ളൊരു കുട്ടി, ഒരു ആൺകുട്ടിയെ വയസ്സ് തിരുത്തിക്കൊണ്ട് ആ ആപ്പിൽ കയറുകയും ആ കുട്ടിയെ ബോധപൂർവം കുറച്ച് പേര് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് റീൽസിൽ കണ്ടതാണ്. ഒരുത്തൻ വന്ന് പറയുന്നുണ്ട്, ആ കുട്ടിയെ ബോധപൂർവം അപമാനിക്കാൻ അയാൾക്ക് എന്താണ് അവകാശം? ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റായിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ ശരിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എങ്കിലും അവനെ ക്രിമിനൽ വൽക്കരിക്കാനുള്ള അവകാശം ഇയാൾക്ക് എങ്ങനെയാണ് ഉള്ളത്? ഇയാൾക്ക് എന്താണുള്ളത്? അതും മോശമായ വാക്കുകളാണ് പ്രയോഗിക്കുന്നത്. കുണ്ടൻ എന്ന് പറയുന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ടാണ് അയാൾ കുഞ്ഞു കുണ്ടനും വലിയ കുണ്ടന്മാരും
അപ്പോൾ ഈ പറയുന്നവനും കുണ്ടൻ തന്നെയല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്തരം പരാമർശങ്ങൾ എന്തിനാണ് നടത്തുന്നത്? സ്വയം അവനവൻ്റെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ചിന്തിച്ച് ജീവിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതില്ല എന്നുള്ളതാണ് മലയാളികളുടെ പ്രത്യേകത. മലയാളികളെ പോലെ ഈ ലോകത്ത് വളരെ മോശം മനുഷ്യർ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഇത്തരം മോശമായ പ്രവണത ഏറ്റവും കൂടുതൽ മലയാളികളിലാണ് കാണുന്നത്. എല്ലാവരിലും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം മലയാളികളിൽ. എല്ലാവരും മോശക്കാരാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരോടും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊള്ളുന്നു.